ഇന്ന് എൻചാൻറ്റിങ് ബുക്സൊക്കെ ആർമർക്കും ടൂൾസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നുകൊണ്ട് എമറാൾഡ് നോക്കുമ്പോൾ എമറാൾഡ് ഓൾറെഡി കഴിഞ്ഞിരിക്കണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അയൺ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പെട്ടി വന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതിലാണെങ്കിൽ ഒരു അയണും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത്, പെട്ടെന്ന് തന്നെ നമ്മൾ അയൺ ഫാം ഒന്ന് ഉണ്ടാക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഒരു മെഗാ അയൺ ഫാം ഉണ്ടാക്കാൻ പോണ സാധനങ്ങൾ ഗ്യാദർ ചെയ്യലാണ്. ഇതിന് മാത്രം ഒരു എപ്പിസോഡ് എടുക്കാൻ കാരണം സാധനങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇതൊരു എപ്പിസോഡ് ആക്കിയിടുന്നത്. അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് ടൈം നമുക്ക് ആവശ്യമുള്ളത് കുറച്ചധികം സ്റ്റോണാണ്. അപ്പോൾ നമ്മളെ മൈനിങ് ഏരിയയിൽ തന്നെ സ്റ്റോൺ ഒരുപാടുണ്ട്, അവിടുന്ന് എടുത്താൽ മതി. പിന്നെ നമ്മളെ പിക്കാസിൽ എഫിഷ്യൻസി 3 ആണുള്ളത്, ഒരു എഫിഷ്യൻസി 4 ആക്കണം. അപ്പോൾ നമുക്കൊരു പിക്കാസും കൂടി വാങ്ങണം, എന്നാലാണ് എഫിഷ്യൻസി 4 ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഈ പിക്കാസിലേക്ക് മെൻഡിങ്ങും സിൽട്ടച്ചും ചേർത്ത് കൊടുക്കാം. മെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് പിക്കാസ് പൊട്ടിപ്പോകും എന്നുള്ളൊരു പേടിയില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മൈൻ ചെയ്യുക. സിൽട്ടച്ച് ആഡ് ചെയ്താൽ നമ്മൾ സ്റ്റോൺ പൊട്ടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ കൈക്ക് കിട്ടും. അല്ലെങ്കിൽ കൊബിൾ സ്റ്റോൺ ആയിക്കാണ്ടാണ് നമ്മളെ കൈക്ക് വരുന്നത്, അത് ഒഴിവാക്കി കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടി നല്ലത്. മറ്റേ നമ്മൾ കൊടുന്ന് സ്മെൽറ്റ് ചെയ്യണം, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയണിൻ്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഹാൻഡ് വീൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അയൺ ഫാം എന്തായാലും വർക്കിംഗ് അല്ല. ഈ ഭാഗത്ത് കുറച്ച് അയൺ ഗോളം നിൽക്കുന്നുണ്ടാവും, ആമാരെ തല്ലി കൊല്ലുന്നിട്ട് നമുക്ക് കുറച്ച് അയൺ ഉറപ്പിക്കാം. മെയിനായിട്ട് 3 ബ്ലോക്ക് അയൺ ബ്ലോക്ക് വേണം. അങ്ങനെ അയൺ കുറച്ച് കിട്ടി. പിന്നെ ഈ അയൺ ഫാം തീരെ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. കാരണം എന്തുകൊണ്ട്, ഈ ഭാഗത്ത് കുറേ വില്ലേജസ് നിൽക്കണോണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മാറ്റാം. ഓരോരുത്തരായിട്ട് മെല്ലെ മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി തുടങ്ങാം. ഇപ്പം എന്താ പോവാത്ത ബേബി വില്ലേജസ് നിൽക്കണോണ്ടാണ് തോന്നുന്നത്. ഇവനൊന്ന് മാറി നിന്നെങ്കിൽ മാറി. ഇനി ഇവന്മാരെ എല്ലാവരെയും ഒന്ന് മാറ്റട്ടെ. അങ്ങനെ അവന്മാർ ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ ഭാഗത്തൊരു കുഴി കുഴിച്ചതിന് ശേഷം അതിലിട്ട് വെക്കാം ഇവന്മാരെ. എന്തായാലും നമുക്ക് വില്ലേജ് ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും, അപ്പോൾ ഇതിൽ തന്നെ എടുക്കാൻ പറ്റും. തൽക്കാലം അവർക്ക് ജോബൊന്നും കൊടുക്കണില്ല. ഈ ഭാഗത്ത് കുഴി കുഴിച്ച് സെറ്റാക്കിയിരിക്കണേ. ഇവന്മാരെല്ലാവരും ഇതിലേക്ക് കൊടുന്ന് ഇറക്കി ഇട്ടാൽ മതി. ഇപ്പോൾ നൈറ്റായി തുടങ്ങുന്നുണ്ട്, സോംബീസ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി എണീച്ചിട്ട് വരാം. ഇനി ഇതിലുള്ള ബാക്കി വില്ലേജസ് കൂടി ആ ഭാഗത്തേക്ക് എത്തിക്കണം. ഇതിൽ ഇനി കുറച്ചുകൂടി വില്ലേജസ് ഉള്ളൂ, ഒരു 3 വില്ലേജസ് ഉണ്ട്. ഇവന്മാരെ അവിടെ എത്തിക്കാം. അങ്ങനെ ഈ വില്ലേജ് ഫാമിലുള്ള എല്ലാ വില്ലേജസിനെയും നമ്മൾ ഈ ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫാം ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ഇവന്മാരെ മുന്നിലായിട്ട് ഇവിടെ ബ്ലോക്ക് വെച്ചാൽ മതി, എന്നാൽ പിന്നെ ഇവന്മാർ ബ്രീഡ് ആവില്ല. ഇനി നമുക്ക് അയണിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹാൻഡ് വീൽ ഉണ്ടാക്കണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വില്ലേജസിൽ പോയി നോക്കാം. ആ ഭാഗത്ത് അയൺ കോളം സ്പോൺ ആയിക്കണമെങ്കിൽ നമുക്ക് അവനെ തല്ലി കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി അതിനെ ഒപ്പിക്കാൻ പറ്റും. ഒരു അയൺ കോളം ഇവിടെ നിൽക്കുന്നുണ്ട്, അത് നമുക്ക് തീർക്കാം. കുറച്ചാണെങ്കിലും നമുക്ക് ഈ ഭാഗത്തുനിന്ന് അയൺ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് അയൺ ഉണ്ട്, പിന്നെ കുറച്ച് സ്മെൽറ്റ് ചെയ്യാൻ വെക്കും വേണം. ഇനി കുറച്ച് മൈൻ ചെയ്ത് കിട്ടിയ അയൺ ഉണ്ട്, അതെന്തായാലും നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത് ഇവിടുന്ന് സ്മെൽറ്റ് ആവട്ടെ. അങ്ങനെ പിന്നെ നമുക്കൊരു ഗോളത്തിന് കിട്ടി, ഇവനും കൂടി തീർക്കാം. അങ്ങനെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച അയൺ സെറ്റായി. ഇനി ഒരു അയൺ ബ്ലോക്കും കൂടി ഉണ്ടാക്കാം. ഇനി നമുക്ക് അയൺ വീൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതും കൂടി സെറ്റാക്കാം. ഇനി അയൺ വീൽ എവിടെ വെക്കും എന്നുള്ളതാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാൻ, ഈ ഭാഗത്ത് വെക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് എന്തായാലും മേലെ വെക്കാം റൂമിൽ, ആ ഒന്നുകൂടി നല്ലത്. ഈ ചെയർ ഈ ഭാഗത്ത് വെച്ചാൽ വേണ്ട, ഈ ഭാഗത്ത് വെക്കണ്ട, അപ്പോൾ ഇവിടുന്ന് എടുക്കാം. എന്തായാലും നമ്മൾ ഈ ഇറങ്ങണ ഈ ഭാഗത്ത് ഇവിടെ വെക്കാം. നമുക്ക് ബുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം സിൽട്ടച്ച് ആഡ് ചെയ്ത് 4 SP ചോദിക്കുന്നുണ്ട്. മെൻഡിങ്ങിന് 2 SP, അപ്പോൾ മെൻഡിങ് ആദ്യം ആഡ് ചെയ്ത് പിന്നെ സിൽട്ടച്ച് ആഡ് ചെയ്ത്. ഇത് കുഴപ്പമില്ലാത്തൊരു പിക്കാസാണ്, പക്ഷേ എഫിഷ്യൻസി 4 ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാവും. അപ്പോൾ നമുക്ക് ഒരു പിക്കാസും കൂടി വാങ്ങിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എമറാൾഡ് ഒപ്പിച്ചിട്ട് ഒരു പിക്കാസ് വാങ്ങട്ടെ. ഇപ്പോൾ എമറാൾഡ് സെറ്റായി, നമുക്കൊരു പിക്കാസും കൂടി വാങ്ങാം. ഇനി ഇത് ആ പിക്കാസുമായി കമ്പൈൻ ചെയ്താൽ മതി. ഇനി പിക്കാസ് ആഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് വെച്ചു നോക്കട്ടെ. ഇങ്ങനെ വെക്കുമ്പോൾ 15, തലൊരു 25, അപ്പം മാറ്റി തന്നെ വെക്കാം. ഇതെന്തായാലും നമ്മൾ ആഡ് ചെയ്ത് എഫിഷ്യൻസി 4 ഉണ്ട്.
അൺബ്രേക്കിംഗ് 3, സിൽ ടച്ച്, മെൻറ്റിങ്. കുഴപ്പമില്ലാത്തൊരു പിക്കാസാണ്. എഫിഷ്യൻസി 5 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നമുക്ക് ഈ മൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് മൈൻ ചെയ്തെടുക്കണം, സ്റ്റോൺ മാത്രം. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. ഈ ഭാഗത്ത് കുറേ മൈൻ ചെയ്ത് പോവാം. ഏകദേശം ഒരു ഡബിൾ ചെസ്റ്റ് ബ്ലോക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഭാഗത്തുനിന്ന് മൈൻ ചെയ്യണം. അതങ്ങനെ കുറച്ച് മൈൻ ചെയ്ത്, പക്ഷെ നമ്മളെ സ്റ്റോറേജ് നിറഞ്ഞ് നമ്മളെ ഇൻവെൻട്രി ക്ലീൻ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ തന്നെ വെക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ചെസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൽ വെച്ചാൽ മതി, ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മേഖലയിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇത്രയും മൈൻ ചെയ്ത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ആവശ്യത്തിന് ഏറെയുള്ള ബ്ലോക്ക് ഉണ്ട്. അത് പേടിക്കാനൊന്നുമില്ല. ഇത്രയും സ്റ്റോൺ നമ്മളെ കയ്യിലുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മേലേക്ക് എത്തിക്കണം. ഇപ്പോൾ കയ്യിൽ കൊള്ളാവുന്ന അത്രയും ബ്ലോക്ക് നമ്മൾ എടുത്തുക്കണേ. ഇനി ഇത് കൊണ്ടുവച്ച് വന്നിട്ട് അടുത്ത ട്രിപ്പ് കൊണ്ടുപോവാം. ഈ ഭാഗത്തൊരു പെട്ടി വെച്ചിട്ട് ഇതിൽ വെക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ഫാം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിൽ വെക്കാം. അടുത്ത ട്രിപ്പ് അങ്ങനെ സെറ്റായി. ഇനി ഇതും മേലേക്ക് നമുക്ക് കൊണ്ടുവെക്കണം. പക്ഷെ അതിൻ്റെ മുന്നേ ചെറിയ പണിയുണ്ട്. നമ്മൾ പോണ ബ്ലോക്കിലൊക്കെ നമ്മൾ സ്റ്റെയർ വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് സ്റ്റെയർ ഇല്ലെങ്കിൽ കയറി ഇറങ്ങാൻ. നല്ല സ്ലോ ആണ്. പക്ഷേ സ്റ്റെയർ വെച്ചാൽ പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇതും സെറ്റാക്കിയെടുത്ത് ഇനി നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റും, അതുപോലെ തന്നെ സ്പീഡിൽ കയറാനും പറ്റും. ആണ് ഒന്നുകൂടി നല്ലത്. ഇനി നമ്മളെ കയ്യിലുള്ള സ്റ്റോണൊക്കെ നമുക്ക് ബ്രിക്കാക്കി മാറ്റാം. ആണ് ഒന്നുകൂടി നല്ല ബ്ലോക്ക്, കാണാനൊക്കെ ഭംഗിയുള്ള ബ്ലോക്ക്. അവിടെ എല്ലാ ബ്ലോക്കും ബ്രിക്കാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെസ്റ്റാണ്. ഇപ്പോൾ ചെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ വുഡൊന്നും അധികം ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് ഇവിടെ നട്ട് വെക്കാം. എന്തായാലും ബോൺമീലൊക്കെ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി വുഡ് ഒപ്പിക്കണം. ഞാൻ ഈ ഭാഗത്തത്തെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിരുന്നു, പിന്നെ നടാൻ മറന്നുപോയി. ഇനി ഈ ഭാഗത്തൊക്കെ കുറച്ച് നട്ട് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബോൺവീലും എടുത്തു കൊടുന്ന് ഇപ്പോൾ തൽക്കാലത്തിന് ബോൺവീൽ ചെയ്യണം, പെട്ടെന്ന് വുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. 4 ബോൺവീൽ കിട്ടി. ഇതൊന്നും ബോൺ ചെയ്ത് 4 ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ആയില്ല. അപ്പോൾ കുറച്ചും കൂടി ബോൺവീൽ നമുക്ക് ഒപ്പിക്കണം. അങ്ങനെ നമുക്ക് പിന്നെയും 4 ബോൺവീൽ കിട്ടി. പിന്നെ ഇതും കൂടെ ഒന്ന് ബോൺ ചെയ്താൽ മതി. അത് ആ 4 വലിയ മരമായി കിട്ടി. ഇനി ഇത് ഫുള്ളൊന്ന് വെട്ടി മാറ്റട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏറെയുള്ള വുഡ് കിട്ടും. വുഡ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട് ഇനിയും. അതങ്ങനെ ഫുള്ള് മുറിച്ച് മാറ്റി. ഇനി നമുക്ക് നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം, ആണ് നല്ലത്. അങ്ങനെ നമ്മൾ ഒരു 8 ചെസ്റ്റ് ഉണ്ടാക്കിയിരിക്കണേ. ഇതെന്തായാലും നമുക്ക് ആ പെട്ടിയിൽ വെക്കാം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അയൺ ഗോളത്തിൻ്റെ ശബ്ദം കേൾക്കണേ. പെട്ടെന്ന് വന്ന് ഈ പെട്ടി തുറന്ന് നോക്കണേ, ഇതിൽ ഇത്രയും അയൺ ഇരിക്കണേ. ഇത് ചിലപ്പോൾ വർക്ക് ആണ്, ഇതുപോലെ ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും ഈ ഫാം ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണം. നമുക്കൊരു മെഗാ അയൺ ഫാമിനെ അത്യാവശ്യമാണ്. അത്യാവശ്യം ഇല്ലെങ്കിലും ആവശ്യം വരും ഭാവിയിൽ. അപ്പോൾ എന്തായാലും വലിയൊരു അയൺ ഫാം ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് സോൾ സാൻഡും ലാവും വേണം. അപ്പോൾ അതിന് നമ്മൾ നെതർ കയറുകയാണ്. നെതറിൽ ഈ ഭാഗത്തല്ല, ഇവിടെയല്ല, ഈ ഭാഗത്തൊക്കെ നമുക്ക് പോയി നോക്കിയാൽ കുറച്ച് സോൾ സാൻഡും ലാവൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് സോൾ സാൻഡ് ലാവ് എടുക്കണം. അങ്ങനെ നമ്മൾ ഓപ്പണിൽ വന്ന് കയറി. ഈ ഭാഗത്ത് ആ ഭാഗത്തായിട്ട് സോൾ സാൻഡ് കൊല്ലടാ തീർക്കാം. ഈ ഭാഗത്ത് സോൾ സാൻഡ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലാവ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. ലാവ അങ്ങനെ കിട്ടി. ഇനി കുറച്ച് സോൾ സാൻഡ് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതും അതിന് സെറ്റായി. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോവാം. നമുക്കിപ്പോൾ കിട്ടിയത് ഈ പെട്ടിയിൽ വെക്കാം, സോൾ സാൻഡും ലാവയും. ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം സ്ലാബാണ്. അപ്പോൾ
നമ്മളെ കയ്യിലുള്ള ബ്രിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്ലാബ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക. സ്ലാബ് അങ്ങനെ ആവശ്യത്തിലേറെ ഉണ്ടാക്കിയിരിക്കണേ. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഫെൻസ് ഗേറ്റാണ്. അപ്പോൾ അതിന് കുറച്ച് വുഡ് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് അധികം വുഡ് നമ്മൾ എടുത്തുക്കണേ. ഇനി ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ഇനി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഫെൻസ് ഗേറ്റും സെറ്റാക്കി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്യാൻ ഫയറാണ്. അപ്പോൾ കുറച്ച് ക്യാൻ ഫയർ ഉണ്ടാക്കട്ടെ. അതിനാവശ്യം ഇത് കുറച്ച് വുഡ് വേണം, പിന്നെ കോള് വേണം, പിന്നെ സ്റ്റിക്കും മതി. അതിനത്ര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് വുഡ് ഇവിടെ വലുതായതുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കട്ടെ. ഇനി കുറച്ച് വുഡ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചാർക്കോൾ വേണം. നമ്മുടെ കയ്യിൽ കോളില്ല, അവിടെ ചാർക്കോളാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതൊന്ന് സ്മെൽറ്റായി കിട്ടട്ടെ. അതങ്ങനെ സെറ്റാക്കി നമുക്ക് ക്യാൻ ഫയർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ക്യാൻ ഫയർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെൻസാണ് ആവശ്യം. അപ്പോൾ കുറച്ച് ഫെൻസ് ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മുടെ കയ്യിൽ ഫെൻസും സെറ്റായി. ഇനി നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. ഈ ഭാഗത്ത് തന്നെ സാൻഡ് ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് മൈൻ ചെയ്തെടുക്കാം. ഇതൊന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഇനി നമുക്കിതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് 32 വില്ലേജസിൻ്റെയും അതുപോലെ തന്നെ 32 ബെഡിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വൂൾ നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് കുറച്ച് ഷീപ്പിനെ ഇവിടുന്ന് കൊണ്ടുപോയി നമ്മളെ ബേസിൻ്റെ അവിടെ കെട്ടിയിടണം. എന്നിട്ട് അവരിലേക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള വൂൾ അങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ കുറച്ച് ഷീപ്പിനെ ഈ ഭാഗത്ത് കൊടുന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നമ്മളെ തൽക്കാലം ആവശ്യത്തിന്. ഇവന്മാരെ ഇവിടെ നിന്ന് ഷെയർ ചെയ്താൽ മതി. പെട്ടെന്ന് വൂൾ കിട്ടുന്നുണ്ട്. 32 ബെഡൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ഫൈനലി കുറേ നേരത്തെ ടൈമിന് ശേഷം നമുക്ക് ആവശ്യത്തിനേറെയുള്ള ബെഡ് നമ്മളെ കൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ലാഡറിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് ലാഡർ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ലാഡർ സെറ്റായി. ഇനി ഫാം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സാധനങ്ങൾ ആവശ്യമൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ ആവശ്യമേ ഉള്ളൂ. ഇനി വില്ലേജസിന് സോംബി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ. നമ്മൾ നേരത്തെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച ഗ്ലാസ് സെറ്റായിട്ടുണ്ട്. ഇതും കൂടി ആ പെട്ടിയിൽ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. പിന്നെ ഒരു വിട്ടുപോയ സംഭവമുണ്ട്. കുറച്ച് സൈൻ ബോർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സൈൻ ബോർഡ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. വുഡും സ്റ്റിക്കൊക്കെ നമ്മളെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വില്ലേജ് ഫാമിൽ നമ്മൾ ഈ കവർ ചെയ്ത ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് ഒരു ബെഡും വെക്കണം. എന്നാലേ നമുക്ക് വില്ലേജസിന് കിട്ടുള്ളൂ. 32 വില്ലേജസിൽ നമുക്ക് ഒപ്പിക്കണം. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് ബെഡ് വെച്ച് സെറ്റാക്കുകയാണ്. 3 ബെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇവന്മാർ ബ്രീഡ് ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.